ഞങ്ങളുടെ വീട്ടിൽ വൈകുന്നേരം ചായക്ക് എന്നും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ ചക്ക കൂട്ടാനായിരിക്കും, ചിലപ്പോൾ കപ്പ പുഴുക്കായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ. അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് കപ്പപ്പുട്ടാണ് കേട്ടോ. ഞാനിതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കപ്പപ്പുട്ടും കട്ടൻ ചായ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കപ്പപ്പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ ഇടാന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ, കപ്പപ്പുട്ട് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത്. ഒലക്ക മര്യാദയ്ക്ക് പിടിക്കാൻ പോലും അറിയാത്ത ഞാൻ അതിൻ്റെ വഴിക്ക് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ചേച്ചിയും അമ്മയും ഒക്കെ കൂടിയാണ് അത് റെഡിയാക്കുന്നത്. കപ്പ നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഓരലിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചതിന് ശേഷം നമ്മളിതേ ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കുകയാണ് കേട്ടോ. സോറി, അരിപ്പയല്ല, തരിപ്പയിലേക്ക് തരിച്ചെടുക്കുകയാണ്. ഇത് കാണുന്ന പോലെയും കഴിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള പണിയല്ല കേട്ടോ, കുറച്ച് മെനക്കെട്ട പണിയാണ്. ഈ ഓരലിൽ ഇടിക്കുക, അത് പൊടിയാക്കുക, പിന്നെ അത് തരിക്കുക. ഇത് ഇടിക്കുന്നത് വരെ ഒരു പ്രത്യേക സ്റ്റൈലിലായിരിക്കും കേട്ടോ. ചേച്ചി ഇടിക്കുന്നത് കണ്ടപ്പോൾ ദിയയ്ക്ക് ഒരു കൗതുകം കേട്ടോ, ഒന്ന് ഇടിച്ച് നോക്കണം എന്നുള്ളത്. പക്ഷെ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും അവളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ വന്നത്. അമ്മ വന്നിട്ട് പിന്നെ അമ്മ ഏറ്റെടുത്തിട്ടോ ആ പണി. ഇതൊക്കെ നമ്മുടെ പഴമയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. കാരണം ഇപ്പോൾ അധികം വീട്ടിലും ഇങ്ങനെ ഒലക്ക ഇതൊന്നും ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ മിക്ക വീടുകളിലും റെഡിമെയ്ഡ് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങുന്നല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരലിലൊക്കെ ഇടിച്ചുണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ തന്നെ കഴിക്കുകയല്ല കേട്ടോ ചെയ്തത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ, ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ സ്വാദ് കൂടുമെന്ന് പറയുന്നത് ശരിയാണ് കേട്ടോ. പിന്നെ പൊടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് എല്ലാവരും മേലെടുക്കാൻ പോയിട്ടോ. മേലെഴുകലും വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞാലാണ് കേട്ടോ വന്നിട്ട് പുട്ടുണ്ടാക്കിയത്. കാരണം വേറൊന്നുമല്ല, നമ്മളിത് ചൂടോടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക, തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ സാധാ പുട്ട് ചുടുന്ന പോലെ തന്നെ കേട്ടോ, പൊടിയിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കുക. തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, സാധാ നമ്മൾ പുട്ട് ചൂടുന്ന പോലെ തന്നെ. അപ്പോൾ ചേച്ചിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെള്ളം ചേർത്ത് കുഴക്കും തോറും ഇതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആയി വരും കേട്ടോ. ഏകദേശം ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ പൊടിയിടുക, തേങ്ങയിടുക, പൊടിയിടുക, തേങ്ങയിടുക, അങ്ങനെ ആ ഒരു പുട്ടും കുറ്റി നിറയുന്ന വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മുടെ പുട്ടും തൂക്കിലേക്ക് വെക്കുക. എന്നിട്ട് ആവി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. സാധാ പുട്ടിൻ്റെ സ്മെല്ലല്ല കേട്ടോ, ഇത് ആവി വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പുട്ടിൻ്റെ സ്മെല്ല്, കപ്പപ്പുട്ടിൻ്റെ സ്മെല്ല്. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും കപ്പപ്പുട്ട് ഉണ്ടാക്കി കഴിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തോളൂ കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റമാണ്, നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു കുറ്റി പുട്ട് റെഡി ആയിട്ടുണ്ട്. ആ ഒരു കുറ്റിയും കൊണ്ട് ഞാൻ താഴേക്ക് പോകുന്നു കേട്ടോ. കാരണം അല്ലു വെയിറ്റ് ചെയ്യായിരുന്നു പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല ചൂടോടെ കഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഒട്ടും ചൂടാറാതെ അല്ലുവിന് ഫസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അല്ലു കുറച്ച് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ബൈ.